ജയന്റെ വീട് പണി മുടങ്ങി കിടക്കുമല്ലേ? അത് പൂർത്തിയാക്കി ഒരു നല്ല കാറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അങ്ങോട്ട് മാറ്. ഞാൻ അങ്ങോട്ട് വലിയൊരു ഉപകാരം ചെയ്യുമ്പോ ഒരു ചെറിയ ഉപകാരം എനിക്കും ചെയ്യണം. മേഡം പറയാൻ പോകുന്ന പ്രത്യുപകാരം എന്ന് പറഞ്ഞാ ആർക്കിട്ടെങ്കിലും പണി കൊടുക്കാനുള്ള മുടിഞ്ഞ ആപ്പായിരിക്കും. എന്റെ അംബിക ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുളിച്ചു തൊഴുത് താമസിക്കാനൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ മൂർഖം പാമ്പിന് തല തന്നിരിക്കുന്നത് കൊത്താനാ, കാട്ടുതേളിന് പാല് കൊടുത്തിരിക്കുന്നത് കുത്താനാ. അതുകൊണ്ട് പറയേ, ആ കൃതിക എങ്ങനെയാ ശരിപ്പെടുത്തേണ്ടത്? അല്ല, ഈ കൃതിക മുണ്ടയ്ക്കലമ്മയ്ക്കിട്ട് എന്താ ചെയ്തേ? കൃതിക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മന്ത്രിയുടെ മകളെന്നുള്ളൊരു ഭാവം മാത്രമല്ല, അവളെ കൊണ്ട് എനിക്കൊരു 10 പൈസയുടെ ഉപകാരവും ഇല്ല. അങ്ങനെയുള്ളവരെ പിന്നെ വാഴിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് പറയ്, കുറഞ്ഞത് 1000 പാരകൾ പണിയാൻ ഈ കേരളത്തിൽ ഞാൻ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂ. ഏത് തരം പാര വേണം? കട്ടപ്പാര, ഇരുമ്പ് പാര, അടയ്ക്കാമര പാര, വളഞ്ഞ പാര? മുണ്ടയ്ക്കലമ്മയുടെ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. പാര വേണോ തോക്ക് വേണോന്നേ ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. അല്ല, ആ ജഗന്നാഥനെ അംബിക വെടിവെച്ച് കൊന്ന തോക്കിന്റെ കാര്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ അയ്യേ, പേടിക്കണ്ട. കാശിന് വലിയ ബുദ്ധിമുട്ട്, ഒരു ശകലം ഫണ്ട് വേണം. തരാം. രാജു, നാളെ നമ്മള് പോവല്ലേ? അതെ. അതെന്താ പിന്നെ ഒരു സംശയം? സംശയമൊന്നുമല്ല, അച്ഛനെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? ഋതുവിന് ഇത് എന്ത് പറ്റിയതാ? അച്ഛനെ വിളിക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമല്ലേ? എനിക്കല്ല പറ്റിയത്, രാജുവിന്. ഏതാണ്ട് കിളി പോയതുപോലെ. വിളിക്കേ. മോളെ. ഹലോ അച്ഛാ, കൃത്യസമയത്ത് ഡൽഹിയിൽ എത്തിയോ? എത്തി മോളെ. അച്ഛാ, അച്ഛന് മനപ്രയാസം വല്ലതുണ്ടോ? എന്തിന്? അല്ല, അച്ഛൻ പോവാൻ നേരത്ത് ആ യൂസ്ലെസ്സുകളും മഷി ഒഴിച്ചില്ലേ? ഓ, അതൊന്നും സാരമില്ല. അതൊരു ഓർമ്മപ്പെടുത്തല മോളെ. ആ കറ ഷർട്ടിലല്ല വീഴുന്നത്, എന്റെ മനസ്സിലാ. അത് കഴുകിക്കളഞ്ഞ മനസ്സൊന്ന് ശുദ്ധമാക്കണം. അതൊക്കെ പോട്ടെ. നിങ്ങളെപ്പോഴാ ഹൈ റേഞ്ചിലേക്ക് തിരിക്കുന്നത്? നാളെ രാവിലെ. ശരി, എന്നാ സന്തോഷത്തോടെ പോയിട്ട് വാ. എൻജോയ് എവറി മൊമെന്റ് ഓഫ് യുവർ ട്രിപ്പ്. ഹാവ് എ സേഫ് ആൻഡ് ഹാപ്പി ജേർണി. താങ്ക് യു അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ മോളെ, ടേക്ക് കെയർ. രാജു, അങ്ങനെ നാളെ നമ്മള് മലമടക്കുകൾ കയറുന്നു. കോടമഞ്ഞില് മുങ്ങിക്കുളിച്ച് തണുത്ത് വിറച്ച് ഇങ്ങനെ ഒരു തുണിക്കെട്ട് പോലെ, ചുരുണ്ട് കിടക്കുന്ന അട്ടകളെ പോലെ. നല്ല കഞ്ഞി. ഞാനൊരു കഞ്ഞിയാണല്ലേ? സ്വയം കഞ്ഞിയാണെന്ന് പറയുന്നവരോട് ഞാൻ എന്ത് പറയാനാ? പണ്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയേ പല രാഷ്ട്രീയക്കാരും ഒളിവിലിരുന്നിട്ടുണ്ട്. ഞാൻ ഒളിവിൽ കഴിയുന്നത് ഇലക്ഷൻ കൊണ്ട് കണ്ടിട്ടല്ലേ? അത് അത്രയ്ക്ക് നാണക്കേടൊന്നും അല്ല. അഴിമതി കാണിക്കുന്നതും കാശടിച്ചു മാറ്റുന്നതും ഒക്കെ രാഷ്ട്രീയക്കാർക്കൊരു അന്തസ്സാ. ആണല്ലേ? പിന്നെ ഒരു ഉണക്ക പര ഒരുത്തതും സൈഡിൽ ഒരു ഉണങ്ങിയ മുളകും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കഞ്ഞി അസലായിരുന്നു. എന്തു പാര? പാരയല്ല, പരവ. ഉണക്കപ്പരവ. നിങ്ങൾ അമ്മയും മകനൊന്നും നല്ല ഭക്ഷണം കഴിക്കില്ലേ? എന്റെ അമ്മ ഈന്തപ്പഴവും കിവി അത്തിപ്പഴവും അല്ലേ കഴിക്കുന്നത്? തട്ട് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കൊണ്ടുവയ്ക്കും. ഇവിടെ ഇരിക്കട്ടെ.
ജയനെവിടെ? ഇവിടെ ഉണ്ട് മാഡം. ആ ഞാൻ വന്നതേ ഞാൻ ജയനെ സഹായിക്കാം. ജയനെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അത് മാത്രമല്ല, ഒരു വലിയ എമൗണ്ട് തന്ന് ജയനെയും പ്രിയയെയും ഞാൻ സെറ്റിൽ ചെയ്യിക്കുകയും ചെയ്യാം. ജയന്റെ വീട് പണി മുടങ്ങി കിടക്കുമല്ലേ, അത് പൂർത്തിയാക്കി ഒരു നല്ല കാറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അങ്ങോട്ട് മാറ്. ഞാൻ അങ്ങോട്ട് വലിയൊരു ഉപകാരം ചെയ്യുമ്പോ ഒരു ചെറിയ ഉപകാരം എനിക്കും ചെയ്യണം. മാഡം പറയാൻ പോകുന്ന പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ ആർക്കിട്ടെങ്കിലും പണി കൊടുക്കാനുള്ള മുടിഞ്ഞ ആപ്പായിരിക്കും. ഞാനൊന്നുമില്ല മാഡം, ഓടി ടെൻഷൻ അടിച്ചും വയ്യാണ്ടായി. അനന്തമുള്ള ഇലക്ഷൻ കാശറിഞ്ഞതിന് പോലീസ് എന്നെ പ്രതിയാക്കിയിരിക്കുക. കിട്ടിയ തക്കത്തിന് ജയനും കുറെ വാരി കോരിയിട്ടുണ്ടാവും എനിക്കറിയാം. അതെ, ഈ കേസിൽ നിന്നൊക്കെ ഞാൻ മാറ്റിത്തരാന്ന് മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപ ഞാൻ തരാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്ന എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പോരെങ്കിൽ എന്തെങ്കിലും കൂടി കൂട്ടിത്തരാം. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തന്നാ മതി. നീ കൂടി ജയനോട് പറ. ജീവിത അവസാനം വരെ രാജുവിനെ ആശ്രയിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? പ്രിയേ, പെണ്ണുങ്ങൾക്കേ പിടിപ്പ് വേണം. എന്നാലേ ജീവിതം നന്നാവൂ, എന്നാലേ അന്തസ്സോട് ജീവിക്കാൻ പറ്റൂ. ജയനാള് നല്ലവനാ, പക്ഷേ ജീവിക്കാനുള്ള ബുദ്ധിയില്ല. നീ എന്തായാലും അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, എന്നിട്ട് എന്നോട് പറ. ഓടിക്കേറി വന്ന മഹാലക്ഷ്മിയെ നെട്ടോട്ടിട്ട് ഓടിക്കില്ലേ മനുഷ്യ? ബാർഗെയിൻ ചെയ്ത് അവരോട് 10 15 ലക്ഷം മേടിക്കാം. വീട് പണി തീർത്ത് കാറ് മേടിച്ച് കാറിൽ ചെത്തി നടക്കാം. കാറിൽ ചെത്തി നടക്കാം നിനക്ക്. ഞാൻ അകത്തോ അണ്ടർഗ്രൗണ്ടിലായിരിക്കും. എന്ന് പറഞ്ഞു? എടീ, അംബിക വർമ്മയാണ് ആള്. അവര് കാശ് തരാന്ന് പറഞ്ഞ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം വലിയ പുലിവാലായിരിക്കും. അതുറപ്പാ. ഒരു പുലിവാലും വരില്ല. ആ 15 മേടിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആവാം. എടീ പ്രിയേ, ആവശ്യത്തിലേറെ കാശ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ. കാശ് കുറെ കൂടി വന്നാ നിങ്ങൾക്ക് എന്താ തലകറക്കം വരൂ? കിട്ടുന്ന കാശ് കളയണ്ട മനുഷ്യ. അത് കൊലച്ചോറായിരിക്കും പ്രിയേ. അതൊക്കെ നിങ്ങളെ തോന്നല. അംബികയായിട്ടുള്ള ആ ഡീൽ അങ്ങ് ഉറപ്പിക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റണം. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോണം.